ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷ് ഇനിയും താമസിച്ചു വരുമല്ലോ. അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ അവനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇതില് വിവിധ ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ. നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം. പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഇങ്ങോട്ട് തന്നേക്കും പക്ഷേ. ഗോപി പിള്ളേ, എന്താ മാഷേ? ആ കത്തിങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, വായിക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ 1-2 വരികൾ തിരുത്താനുണ്ടായിരുന്നു. മെനക്കേടായല്ലോ. ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ, ഏതാ അഡ്രസ് പറ. അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ! ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം! ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ?
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കുന്നു. എന്തിന്? അതറിയില്ല. സംഗീതം ശിലകളെ പോലും അലിയിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും പാടാ ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘന. എന്താണത്? സാറേ ഇത് കഥയാ. കൊണ്ടുപോവാൻ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? അറിഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയ എന്റെ കയ്യിൽ കൊണ്ടുതരാ കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗം പോടാ. എന്ത് പറ്റിയ ടീച്ചർ? എന്താ ടീച്ചർ? ടീച്ചർ എന്തിനാ കരയുന്നത്? താമല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞോണ്ട്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റക്ക് ഇട്ടിപ്പോ കയറി പിടിച്ചാടും. ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംസ്ഥാപനത്തിൽ നാട്ടിലെ കുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മാഷ് കയറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ, ട്രോഫികൾ വാങ്ങണ്ടേ. നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളെ. വിട്ടോളൂ. ശരി. നാട്ടിലെ കുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക എനിക്ക് മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ? എന്നെയല്ലേ തല്ലിയത്? എന്താ മാഷ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയുന്നൊരു സമാധാനാവും. വാ വാ, ഇങ്ങ് വാ മാഷെ. 2 ചായ. ആ, ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ. ബെസ്റ്റ് കടലക്കറിയുണ്ട്. 2 കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടാണ്. ആ, 2 പടലപ്പഴവും. ദേ വരണം. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ വരിക. വാ, നിർത്ത. മുമ്പിൽ കയറി. മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ. അതെ, ഓണാഘോഷം. കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മള് എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടി കിട്ടും. പൊതുവെ ഏത് കളറിനോടാ ഇഷ്ടം? ഏയ് അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടം സ്കൈ ബ്ലൂ ആണ്. അന്ന് കുട്ടികളെ ലളിതഗാനം പഠിപ്പിക്കുമ്പോ ഉടുത്തിരുന്ന സാരിയില്ലേ, നീലയിൽ വെള്ളപ്പൂക്കളുള്ള, നല്ല ചർച്ചയായിരുന്നു. ബ്ലൂ സാരികൾ എടുക്കൂ. ഒരേ നിറത്തിലുള്ള കുറെ സാരികൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ബ്ലൂ വേണ്ട? ബ്ലൂ വേണ്ട.
ഹെഡ് മാസ്റ്റർ ഒരു കാര്യം സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടോ? എന്ത്? ഞാൻ നിർമ്മല ടീച്ചർക്ക് ഒരു സാരി, എനിക്കിപ്പോ ഏതായാലും സിസ്റ്ററിന് ഒരു സാരി എടുക്കണം. ആ കൂട്ടത്തിൽ ഓണമായതുകൊണ്ടാണേ. ഓണം ഇനി വരുമല്ലോ. വരും വരും. ഓണം സാധാരണ വർഷത്തിൽ ഒരു തവണ വരും. പക്ഷെ ഈ ഓണം പോലെയാണോ അടുത്ത ഓണം എന്ന് ആർക്കറിയാം? അക്കാര്യം അടുത്ത ഓണക്കാലത്ത് ആലോചിച്ചാ പോരെ.